നമ്മള് സ്പീഡ് ലിമിറ്റിനനുസരിച്ചാണ് പോകുന്നത്, അതുകൊണ്ട് ബാക്കിയുള്ളവർ എന്നെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത് വാശിയാണ്. അതൊരു ഈഗോയാണ്, ഒരു മാനസിക പ്രശ്നം. കാർ ഓടിക്കുന്നവരോടുള്ള ഏറ്റവും പാലിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് 2 ലൈൻ ഉണ്ടാവും. ചിലപ്പോ ചില സ്ഥലങ്ങളിൽ 3 ലൈൻ ആയിരിക്കും ഉള്ളത്. ഇപ്പൊ 2 ലൈനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ പോകാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ എപ്പോഴും റൈറ്റ് ലൈൻ പിടിക്കുക. അപ്പൊ അത് ഗൾഫിലാണ് ഞാൻ ഓടിക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ലെഫ്റ്റില് സ്പീഡ് ലൈൻ, റൈറ്റില് സ്ലോ ലൈൻ, അല്ലെങ്കിൽ നോർമൽ ആയിട്ട് പോകാൻ വേണ്ടി ആഗ്രഹമുള്ളവര്. അപ്പൊ ഓവർടേക്ക് ചെയ്യാനായിട്ടാണെങ്കിൽ നമ്മൾ ലെഫ്റ്റിലോ പോകുന്നത്. പക്ഷെ സ്പീഡിൽ ഒരു വണ്ടി നമ്മുടെ പുറകെ വരുന്നുണ്ടെങ്കിൽ അപ്പൊ എന്ത് ചെയ്യുക, നമ്മൾ നേരെ ഇൻഡിക്കേറ്റർ ഇട്ട് ഈ സ്ലോ ലൈനിലോട്ട് മാറിക്കൊടുക്കുക. അല്ലാതെ നമ്മള് സ്പീഡ് ലിമിറ്റിനനുസരിച്ചാണ് പോകുന്നത്, അതുകൊണ്ട് ബാക്കിയുള്ളവർ എന്നെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത് വാശിയാണ്. അതൊരു ഈഗോയാണ്, ഒരു മാനസിക പ്രശ്നമാണ്. അത് നമ്മൾ മാറ്റിയിട്ട് എല്ലാവർക്കും സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റോഡ്. അതുകൊണ്ട് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ സ്പീഡ് ലൈനിലോട്ട് വരിക. എന്നിട്ട് ഓവർടേക്ക് ചെയ്തതിന് ശേഷം നേരെ ഇപ്പുറത്തോട്ട് വരിക. അപ്പൊ പുറകിലുള്ള ഒരാൾക്ക് ഇപ്പൊ എന്നേക്കാൾ സ്പീഡിൽ പോകണം, അയാൾ എന്ത് ചെയ്തേ സ്പീഡിൽ പൊക്കോളും. അപ്പൊ അയാളെ ഞാൻ സ്റ്റോപ്പ് ചെയ്തില്ല, അയാൾക്കൊരു വിഷമവും ഇല്ല, അയാൾക്കൊരു സങ്കടവും ഇല്ല, അയാൾ മാനസികമായിട്ട് സന്തോഷമായിട്ട്. ഇപ്പൊ അയാൾ ഒരു ഓഫീസിലോട്ട് പോകുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഫ്രീ ആയിട്ട് സന്തോഷമായിട്ട് പോവാം. അയാൾക്കൊരു മീറ്റിങ്ങിന് പോകാനാണ്, എനിക്ക് പക്ഷെ സ്പീഡ് ലിമിറ്റിന് മുകളിൽ പോകാൻ താല്പര്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന സ്ലോ ലൈനിൽ വരിക. എന്നിട്ട് സന്തോഷത്തോടെ നമ്മൾ ഈ സ്ലോ ലൈനിൽ നമ്മുടെ സ്പീഡ് ലിമിറ്റോ ഏതാ കുറച്ചാണോ പോകേണ്ടത് അതിൽ കൂടെ പൊക്കോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റോഡ് യൂസ് ചെയ്യേണ്ടത്. അല്ലാതെ ഞാൻ ആരെയും കയറ്റി വിടൂല, ഞാൻ മാത്രം സ്പീഡ് ലൈനിൽ കൂടെ പോയാൽ മതി, അതൊരിക്കലും ഒരു നല്ലൊരു പ്രവൃത്തിയല്ല, നല്ലൊരു പരിപാടിയല്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, സ്പീഡിൽ പോകാൻ ആഗ്രഹമുള്ളവര് ലെഫ്റ്റ് ലൈൻ യൂസ് ചെയ്യട്ടെ. അവര് എത്ര സ്പീഡിൽ വേണമെങ്കിലും പൊക്കോട്ടെ. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാകുന്ന ഒരു തോട്ടാണ്, സ്പീഡ് ലിമിറ്റ് 100 അല്ലേ, 110 പോണ ശരിയാണോ? അത് പോലീസ് നോക്കിക്കോളൂ. ആ നാട്ടിലെ പോലീസിന്റെ ഉത്തരവാദിത്തമാണ് സ്പീഡിൽ പോകുന്നവരെ പിടിക്കുകയോ ക്യാമറയിൽ കണ്ടുപിടിച്ച് AI വഴി ലെറ്റർ കൊടുക്കുക, ഫൈൻ കൊടുക്കുക, അതെല്ലാം അവരുടെ പരിപാടി. നമ്മൾ അതിനെ കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഗവൺമെന്റിന്റെ കാര്യമായിട്ട് ഗവൺമെന്റ് ചെയ്യട്ടെ, പോലീസിന്റെ കാര്യങ്ങൾ പോലീസ് ചെയ്യട്ടെ. നമുക്ക് സംബന്ധിച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാവർക്കും വണ്ടി ഓടിച്ച് പെട്ടെന്ന് എത്തണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എത്തണം, പതുക്കെ എത്തണമെങ്കിൽ പതുക്കെ എത്തണം. പക്ഷെ എല്ലാവർക്കും ഈ റോഡ് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലോട്ട് നമ്മൾ വെക്കണം. സോ ഇതൊന്ന് നിങ്ങളിന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പല നാടുകളിലെയും ട്രാഫിക് ഭയങ്കരമായിട്ടും കുറയും. ഇപ്പൊ ഞാൻ മലയാളത്തിൽ പറയുന്നതിന്റെ കാര്യം വെച്ചാൽ നമ്മൾ മലയാളികൾ ആദ്യം ഇത് തുടങ്ങി, പിന്നെ അത് ബാക്കിയുള്ളവരത് മനസ്സിലാക്കി ഒരു മാറ്റം എല്ലായിടത്തും ഉണ്ടാവട്ടെ.